അർജുൻ എവിടെ, ട്രക്ക് എവിടെ? 8ാം ദിനവും ഉത്തരവില്ല. നാവികസേനയും NDRFും വൈകിട്ട് 5 വരെ ഗംഗാവലി പുഴയിൽ തിരഞ്ഞു. ശക്തമായ ഒഴുക്കും ഇടയ്ക്കിടെ പെയ്ത കനത്ത മഴയും കാറ്റും വെല്ലുവിളി. റഡാർ പരിശോധനയിൽ പുതിയൊരു സിഗ്നൽ കൂടി ലഭിച്ചത് ആശ്വാസം. ഇവിടെ വീണ്ടും തിരയും. നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് ഒറ്റ പ്രാർത്ഥനയുള്ളൂ. ലോകത്തുള്ള മലയാളികൾ മുഴുവനും എല്ലാ മനുഷ്യരും അർജുനന് വേണ്ടി ദിവസങ്ങളായി അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ജീവനോടെ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു ഘട്ടമാണ്. അതിനിടയിൽ ചെറിയ നിങ്ങൾക്കൊക്കെ അറിയാം, മാധ്യമപ്രവർത്തകർക്കറിയാം, ഇവിടെ നമ്മൾ ഈ സന്ദർഭത്തിൽ ഒറ്റ മോട്ടോയാണ് നമുക്കുള്ളത്: അർജുന് തിരിച്ചു കിട്ടണം. കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകരെ ഉച്ചയോടെ ദൗത്യസ്ഥലത്ത് നിന്ന് മാറ്റി സംഘാംഗങ്ങൾ നാട്ടിലേക്ക് മടങ്ങി തുടങ്ങി. മാതൃഭൂമി ന്യൂസിലെ 2 സഹപ്രവർത്തകർ 2018 മഹാപ്രളയത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞതിൻ്റെ വാർഷികം കൂടിയാണ് ഇന്ന്. ആർത്തലയ്ക്കുന്ന ഗംഗാവലി നദിക്കരയിൽ നിന്നപ്പോൾ ആ ഓർമ്മകളിൽ അന്നത്തെ കോട്ടയം റിപ്പോർട്ടർ KB ശ്രീധരൻ വിതുമ്പി. ഈ ജീവൻ ശ്വാസം നിലയ്ക്കുവോളം നമ്മോടൊപ്പം ഉണ്ടാകുന്നൊരു ഓർമ്മയാണ്. ഏതായാലും ഇന്നത്തെ ദിവസം തന്നെ അതിൻ്റെ ഒരു വാർഷികമാണ്. നമ്മുടെ 2 സഹപ്രവർത്തകർ അന്ന് കരിയാറിൻ്റെ ആഴങ്ങളിലാണ് നമുക്കവരെ നഷ്ടപ്പെട്ടത്. ഏതായാലും ഇവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ദുരന്ത ഭൂമിയിലേക്ക് വരാൻ പറയുമ്പോൾ തന്നെ ദേശീയപാതയിലെ മണ്ണും പാറയും വൈകിട്ടോടെ പൂർണ്ണമായി നീക്കം ചെയ്തു. പുഴയിലെ തിരച്ചിൽ രാവിലെ പുനരാരംഭിക്കും. കുത്തിയൊഴുകുന്ന ഗംഗാവലി അർജുനെയും ട്രക്കിനെയും നാളെയെങ്കിലും കാട്ടിത്തരുമോ എന്നതാണ് ഇനി. ഷിരൂരിൽ നിന്ന് ടീം മാതൃഭൂമി ന്യൂസ്.